ഹായ് ഹലോ വെൽക്കം ടു ദ ഇന്ത്യൻ കോണിക്കുലർ. ഇതുവരെയുള്ള വീഡിയോസിൽ നമ്മൾ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയെ പറ്റിയിട്ടാണ് കൂടുതൽ ഡിസ്കസ് ചെയ്തത്. അതായത് മഗധ എന്ന് പറയുന്ന ഒരു ജനപദ അവിടെ പവർഫുള്ളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യക്ക് എന്താണ് സംഭവിച്ചതെന്നാണ്. കാരണം നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ഈ ഈസ്റ്റേൺ ഇന്ത്യയെ പോലെ അത്ര കൺസോളിഡേറ്റഡ് അല്ലായിരുന്നു. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അതുപോലെ കുറച്ച് ഫോറിൻ ഇൻവേഷനെ പറ്റിയും അതിൻ്റെ എഫക്റ്റിനെ പറ്റിയൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ നമുക്ക് ഇനി ഒട്ടും സമയം കളയാനല്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആയിരുന്നില്ല നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതായത് മഗധ പോലുള്ള ഒരു പവർഫുൾ എംപയർ ഒന്നും അവിടെ വന്നിട്ടില്ലായിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാംബോജ, മദ്ര, ഗാന്ധാര ഈ മൂന്ന് മഹാജനപദങ്ങൾ തമ്മിലും കണ്ടിന്യൂസ്ലി ഫൈറ്റിംഗ് ആയിരുന്നു. അതായത് പവറിന് വേണ്ടിയിട്ട്, അധികാരത്തിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ്ലി ഫൈറ്റ് ചെയ്യുന്ന മഹാജനപദാസ് ആയിരുന്നു കാംബോജ, മദ്ര, അതുപോലെ ഗാന്ധാര. അതുകൊണ്ട് തന്നെ മഗധ പോലുള്ള ഒരു പവർഫുൾ എംപയർ അവിടെ ഉടലെടുത്തില്ല. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ഡിസ്യൂണിറ്റി മുതലെടുത്തുകൊണ്ട് നമ്മുടെ അക്കമേനിഡ് എംപയർ ആദ്യമായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അറ്റാക്ക് ചെയ്യുകയാണ്. BC 6-ാം നൂറ്റാണ്ടിൽ അക്കമേനിഡ് കിങ് ആയിട്ടുള്ള സൈറസ് ആണ് ആദ്യമായിട്ട് ഈ സബ് കോണ്ടിനെന്റ് അറ്റാക്ക് ചെയ്യുന്നതും കപീഷ എന്ന് പറയുന്ന സിറ്റി ഡിസ്ട്രോയ് ചെയ്യുന്നത്. കപീഷ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുക്കുഷ് മൗണ്ടൈൻസിന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സിറ്റിയാണ് കപീഷ. ഈ കപീഷ എന്ന് പറയുന്ന സിറ്റി കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടാണ് സൈറസിന്റെ ആക്രമണം. അത് കഴിഞ്ഞിട്ട് ഈ കാംബോജ, ഗാന്ധാര എന്ന് പറയുന്ന മഹാജനപദാസിൽ നിന്നും ട്രിബ്യൂട്ടുകൾ വാങ്ങിക്കൊണ്ടായിരുന്നു ഈ സൈറസ് പിന്നീട് ഭരിക്കുന്നുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് BC 516 പേർഷ്യൻ കിങ് ആയിരുന്ന ഡാരിയസ് പഞ്ചാബ് അനക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ കംപ്ലീറ്റ് അലക്സാണ്ടറിൻ്റെ വരവ് വരെ പേർഷ്യൻ എംപയറിൻ്റെ കീഴിലായിരുന്നു. ഇനി ഇവരുടെ ഈ ഒരു ഇൻവേഷൻ്റെ ഇഫക്ട്സ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇവരുടെ ഇൻവേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഖരോഷ്ടി സ്ക്രിപ്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. ഖരോഷ്ടി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അരാമിക് ഭാഷയിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്ന റൈറ്റ് ടു ലെഫ്റ്റ് എഴുതുന്നത്. നമ്മൾ അറബിക് ഒക്കെ എഴുതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് വലത് നിന്ന് ഇടത്തോട്ടായിരിക്കും അറബിക് എഴുതുന്നത്. അതുപോലെയാണ് ഈ പേർഷ്യൻ ഇൻഫ്ലുവൻസ് ഉള്ള ഖരോഷ്ടി സ്ക്രിപ്റ്റ്. വലത് നിന്ന് ഇടത്തോട്ടാണ് ആ സ്ക്രിപ്റ്റ് എഴുതുന്നത്. നമ്മുടെ അശോകയുടെ നോർത്ത് വെസ്റ്റേൺ റീജിയനിലുള്ള കുറച്ച് ഇൻസ്ക്രിപ്ഷൻസ് ഈ ഖരോഷ്ടി സ്ക്രിപ്റ്റിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, നമ്മുടെ അശോക ഇൻസ്ക്രിപ്ഷൻസ് ഒരു പരിധിവരെ നമ്മുടെ പേർഷ്യൻ കിങ് ആയിട്ടുള്ള ഡാരിയസിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. കാരണം അശോകൻ്റെ ഇൻസ്ക്രിപ്ഷൻസിലൊക്കെയുള്ള ബെൽ ഷേപ്ഡ് ക്യാപിറ്റൽസ് അത് പേർഷ്യൻ ഇൻഫ്ലുവൻസ് ഉള്ള ഒന്നാണ്. അതുപോലെ തന്നെ അശോകൻ ഇൻസ്ക്രിപ്ഷൻസിൻ്റെ പ്രിയാമ്പിളിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ഇറാനിയൻ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ്. അടുത്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗ്ലോയിഡ് ടൈപ്പ് കോയിൻസ് ഇന്ത്യയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പേർഷ്യൻ എംപയറാണ്. അവരുടെ ഇൻവേഷൻ കൊണ്ടാണ് ഈ സിംഗ്ലോയിഡ് ടൈപ്പ് കോയിൻസ് ഇന്ത്യയിലെത്തുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ പറയുന്ന നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ ആദ്യം സംഭവിച്ച ഇൻവേഷൻസും അതിൻ്റെ എഫക്റ്റും. അങ്ങനെ 200 വർഷത്തോളമുള്ള ഈ ഒരു ഇൻഡോ പേർഷ്യൻ കോണ്ടാക്റ്റ് കൊണ്ട് ശരിക്കും പൊളിറ്റിക്കലായിട്ടുള്ള ഇൻഫ്ലുവൻസ് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, സോഷ്യലായിട്ട്, എക്കണോമിക്കലായിട്ട്, അഗ്രികൾച്ചറലായിട്ട് പല രീതിയിലുള്ള ഇൻഫ്ലുവൻസും നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് അലക്സാണ്ടറിൻ്റെ ഇൻവേഷൻസും അതിൻ്റെ എഫക്ട്സിനെ പറ്റി നോക്കാം. അതുവരെ താങ്ക് യു.